വൈറ്റ് ഹൗസിന്റെ രഹസ്യ ഇടനാഴികളിൽ രൂപപ്പെട്ടത് ലോകത്തെ ചാരമാക്കാൻ ശേഷിയുള്ള ഒരു തീരുമാനമായിരുന്നോ? ഡൊണാൾഡ് ട്രംപും ഇറാന്റെ ആണവ നിലയങ്ങളും തമ്മിലുള്ള പോരാട്ടം വെറുമൊരു വാക്കേറ്റമായിരുന്നില്ലെന്നും അത് ഒരാണവയുദ്ധത്തിന്റെ വക്കോളമെത്തിയിരുന്നുവെന്നും മുൻ CIA ഉദ്യോഗസ്ഥൻ ലാരി സി ജോൺസൺ വെളിപ്പെടുത്തുമ്പോൾ ലോകം ഞെട്ടലോടെയാണ് അത് കേൾക്കുന്നത്. സൈനിക നേതൃത്വത്തെപ്പോലും മുൾമുനയിൽ നിർത്തിയ ആ നിർണായക നിമിഷങ്ങളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ത്? അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ രഹസ്യ നീക്കങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ചുറ്റിപ്പറ്റി ഉയർന്ന പുതിയ ആരോപണങ്ങൾ വൈറ്റ് ഹൗസിലെ തീരുമാനമെടുക്കൽ രീതിയെക്കുറിച്ചും സൈനിക നേതൃത്വവുമായി ഉണ്ടായിരിക്കാമെന്ന സംഘർഷത്തെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലാരി സി ജോൺസൺ ഉന്നയിച്ച അവകാശവാദങ്ങൾ പ്രകാരം ഇറാനെതിരായ സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് അത്യന്തം കടുത്ത നടപടികൾ പരിഗണിച്ചുവെന്നും അതിൽ ആണവായുധ പ്രയോഗ ചർച്ച വരെ എത്തിയെന്നും പറയുന്നു. ഈ വിവാദത്തിന്റെ തുടക്കം ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ്. ജഡ്ജിംഗ് ഫ്രീഡം എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ലാരി ജോൺസൺ വൈറ്റ് ഹൗസിലോ പെന്റഗണിലോ നടന്നതായി പറയുന്ന ഒരു അടിയന്തര യോഗത്തെക്കുറിച്ച് സ്ഫോടനാത്മക പരാമർശങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ട്രംപ് ആണവ കോഡുകൾ ഉപയോഗിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചു. എന്നാൽ അമേരിക്കൻ സൈനിക നേതൃത്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അത് ശക്തമായി എതിർത്തു എന്നാണ് ആരോപണം. പ്രത്യേകിച്ച് ജോയിന്റ് ചീഫ്സ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ട്രംപിന്റെ നീക്കത്തെ തടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായും ലോകശ്രദ്ധ പിടിച്ചുപറ്റും. കാരണം ആണവായുധ പ്രയോഗം വെറും സൈനിക നടപടി മാത്രമല്ല, അത് മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ തീരുമാനം കൂടിയാണ്. അതിനാൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അത്തരം നിർദ്ദേശം നൽകിയെന്ന വാർത്ത പുറത്തുവന്നാൽ അതിന്റെ ആഘാതം ദേശീയ അതിർത്തികൾ കടന്നുപോകും. എന്നാൽ ഇത്തരമൊരു വലിയ ആരോപണമുയർന്ന സാഹചര്യത്തിൽ അമേരിക്കൻ മാധ്യമങ്ങളോ വൃത്തങ്ങളോ ഇതുവരെ ഈ സംഭവങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഈ വിവാദത്തിന് മറ്റൊരു തലവുമുണ്ടായി. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ വീണുപോയ അമേരിക്കൻ വിമാനങ്ങളിലെ പൈലറ്റുമാരെ രക്ഷിക്കാനുള്ള അതീവ സങ്കീർണ ദൗത്യത്തിനിടെ ട്രംപിനെ സിറ്റുവേഷൻ റൂമിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയെന്നാണ് പറയപ്പെടുന്നത്. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂം സാധാരണ ഒരു സംവിധാനമല്ല. ദേശീയ സുരക്ഷാ പ്രതിസന്ധികളുടെ സമയത്ത് പ്രസിഡന്റ്, സൈനിക മേധാവികൾ, രഹസ്യാന്വേഷണ തലവന്മാർ ചേർന്ന് നിർണായക തീരുമാനങ്ങളെടുക്കുന്ന കേന്ദ്രമാണത്. അത്തരമൊരു സ്ഥലത്തുനിന്ന് പ്രസിഡന്റിനെ മാറ്റി നിർത്തിയെന്ന വാദം ശരിയാണെങ്കിൽ അത് ഭരണ സംവിധാനത്തിനുള്ളിലെ അസാധാരണ അവസ്ഥയെയാണ് സൂചിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കാമെന്ന് ചില റിപ്പോർട്ടുകൾ ചോദിക്കുന്നു. അതിവേഗത്തിൽ തീരുമാനങ്ങൾ ആവശ്യമുള്ള രക്ഷാദൗത്യത്തിനിടെ അനാവശ്യ ഇടപെടലുകൾ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കുണ്ടായിരിക്കാമെന്നതാണ് ഒരു വ്യാഖ്യാനം. പക്ഷേ ഇത് ഭരണനിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ട്രംപ് കാണിക്കുന്ന പക്വതയില്ലായ്മയും എടുത്തുചാട്ടവും എത്രത്തോളം അപകടകരമാണെന്നതിന്റെ സൂചനയായാണ് പല വിമർശകരും കാണുന്നത്. നിർണായകമായ പല സൈനിക രക്ഷാദൗത്യങ്ങൾക്കിടയിലും ട്രംപിന്റെ അനാവശ്യ ഇടപെടലുകൾ ദൗത്യത്തെ തന്നെ പരാജയപ്പെടുത്തിയേക്കാമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടിരുന്നു. ട്രംപിന്റെ അസ്ഥിരമായ സ്വഭാവം കാരണം പല സുപ്രധാന വിവരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് മനഃപൂർവ്വം മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരായെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇവിടെയുള്ള വലിയ ചിത്രം അമേരിക്കൻ ഭരണരീതിയും സൈനിക കമാൻഡ് സംവിധാനവുമാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് സായുധസേനയുടെ സുപ്രീം കമാൻഡറായിരുന്നാലും നിർണായക സൈനിക തീരുമാനങ്ങൾ പല തലങ്ങളിലൂടെയാണ് നടപ്പാകുന്നത്. നിയമപരമായ പ്രക്രിയകൾ, സൈനിക ഉപദേശം, രഹസ്യാന്വേഷണ വിലയിരുത്തലുകൾ, അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഇവയെല്ലാം പരിഗണിക്കപ്പെടും. അതിനാൽ ഒരു വ്യക്തിയുടെ താൽപര്യം മാത്രം കൊണ്ട് അതീവ ഗുരുതര നടപടികൾ ഉടൻ നടപ്പാകില്ല. ഈ സംവിധാനമാണ് പലപ്പോഴും പ്രതിസന്ധികളിൽ സുരക്ഷാ വലയമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ സംഘർഷകാലത്ത് സിവിൽ മിലിറ്ററി ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മറ്റൊരു കാരണത്താലും ശക്തമായി. 2026 ഏപ്രിലിൽ യുദ്ധത്തിന്റെ മധ്യത്തിൽ തന്നെ അമേരിക്കൻ കരസേനാ മേധാവിയായ ജനറൽ റാൻഡി ജോർജിനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയായി. പ്രസിഡന്റിന്റെ രാഷ്ട്രീയ അജണ്ടയുമായി കൂടുതൽ യോജിക്കുന്ന സൈനിക നേതൃത്വത്തെ രൂപപ്പെടുത്താനാണ് ഈ നീക്കമെന്നും മുൻ ഭരണകൂടവുമായി അടുപ്പമുള്ളവരെ മാറ്റി നിർത്താനുള്ള ശ്രമമാണെന്നുമുള്ള വിലയിരുത്തലുകൾ ഉയർന്നു. ഔദ്യോഗിക വിശദീകരണങ്ങൾ വ്യത്യസ്തമായിരുന്നാലും യുദ്ധസമയത്ത് ഉയർന്ന ഈ നേതൃത്വമാറ്റ ചർച്ചകൾ ഭരണകൂടവും സൈനിക സ്ഥാപനങ്ങളും തമ്മിലുള്ള വിശ്വാസബന്ധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ആഴപ്പെടുത്തി. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയും ഈ വിവാദത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. അദ്ദേഹം കടുത്ത ഭാഷയും അപ്രതീക്ഷിത നീക്കങ്ങളും കൊണ്ടറിയപ്പെടുന്ന നേതാവാണ്. സമർത്ഥിക്കുന്നവർക്ക് അത് ശക്തമായ നേതൃത്വത്തിന്റെ അടയാളമാണെങ്കിൽ വിമർശകർക്ക് അത് അപകടകരമായ അനിശ്ചിതത്വമാണ്. ഇറാൻ പോലുള്ള സങ്കീർണ വിഷയങ്ങളിൽ ഈ ശൈലി കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു. അതിനാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓരോ ആരോപണവും അതിവേഗം ലോകവാർത്തയാകുന്നു. ഇറാൻ അമേരിക്ക ബന്ധത്തിന്റെ പശ്ചാത്തലവും നിർണായകമാണ്. വർഷങ്ങളായി ഉപരോധം, നാണവ കരാർ തർക്കം, പ്രോക്സി യുദ്ധങ്ങൾ, കടൽമേഖലാ സംഘർഷങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ എന്നിവയിലൂടെ ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. ഈ സാഹചര്യത്തിൽ ചെറിയ തെറ്റിദ്ധാരണയും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്.
അതിനാൽ വൈറ്റ് ഹൌസിനുള്ളിലെ ചർച്ചകളെക്കുറിച്ചുള്ള ഏത് റിപ്പോർട്ടും അന്താരാഷ്ട്ര വിപണികളിലും നയതന്ത്ര വൃത്തങ്ങളിലും വലിയ ശ്രദ്ധ നേടുന്നു. അതേസമയം യുദ്ധത്തിന്റെ മറ്റൊരു മറവിലുള്ള കഥ അമേരിക്കയുടെ ആയുധശേഖരത്തിലാണ്. ആദ്യഘട്ടത്തിൽ അമേരിക്കയ്ക്ക് സാങ്കേതിക മേൽക്കൈ വ്യക്തമായിരുന്നു. അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, ദൂരപ്രഹരശേഷിയുള്ള കൃത്യതാ മിസൈലുകൾ, നാവികസേനയുടെ ആഴത്തിലുള്ള സാന്നിധ്യം, ഇവയെല്ലാം അമേരിക്കയ്ക്ക് മേൽക്കൈ നൽകി. എന്നാൽ യുദ്ധം നീണ്ടപ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം വ്യക്തമായി. ഏറ്റവും ശക്തമായ സൈനിക ശക്തിക്ക് പോലും ശേഖരം അനന്തമല്ല എന്ന്. പ്രതിരോധത്തിനും ആക്രമണത്തിനും ഒരുപോലെ വൻതോതിൽ ആയുധങ്ങൾ ചെലവഴിക്കേണ്ടി വന്നതോടെ സ്റ്റോക്കുകൾ പുനഃപൂരിപ്പിക്കൽ വലിയ വെല്ലുവിളിയായി മാറി. വിലയിരുത്തലുകൾ പ്രകാരം അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ഇന്റർസെപ്റ്റുകളിൽ ഏകദേശം പകുതി ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞു. ശത്രു മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ നിർണായകമായ ഈ സംവിധാനം നിരവധി മേഖലകളിൽ ഒരേ സമയം ആവശ്യമായതിനാൽ അതിന്റെ ക്ഷയം ആശങ്കയുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഉയർന്ന തലത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് ഇന്റർസെപ്റ്റുകളിലും പകുതിയിലധികം ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് വെറും സംഖ്യകളല്ല. ഭാവിയിൽ മറ്റൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഉടൻ വിന്യസിക്കാനുള്ള കഴുത്ത് എത്രമാത്രം ബാക്കിയുണ്ട് എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. ഇപ്പോൾ വരെ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ലാരി ജോൺസന്റെ ആരോപണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട സത്യമായി കാണാനാവില്ല. പക്ഷേ അവ പൂർണ്ണമായും അവഗണിക്കാനും കഴിയില്ല. കാരണം അവ ഒരു വലിയ ചോദ്യത്തെ മുന്നോട്ടുവെക്കുന്നു. പ്രതിസന്ധി കാലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ തീരുമാനമെടുക്കൽ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു? പ്രസിഡന്റും സൈനിക നേതൃത്വവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം നിർണായകമാണ്? രാഷ്ട്രീയ ആവേശവും തന്ത്രശാസ്ത്രീയ ശാന്തതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്തുന്നു എന്നൊക്കെ. ചുരുക്കത്തിൽ ഈ വിവാദം തെളിയിക്കുന്നത് ഒരു കാര്യമാത്രം: ആധുനിക ലോകത്തിൽ യുദ്ധഭീഷണി പലപ്പോഴും യുദ്ധഭൂമിയിൽ മാത്രമല്ല, അധികാരകേന്ദ്രങ്ങളിലെ അടച്ചിര മുറികളിലും രൂപപ്പെടുന്നു. അവിടെ എടുത്തോ തടഞ്ഞോ പോകുന്ന തീരുമാനങ്ങളാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ അതിന് കൂട്ടായി മറ്റൊരു സത്യവും നിലനിൽക്കുന്നു: യുദ്ധം തീരുമാനങ്ങളാൽ ജയിക്കപ്പെടുന്നില്ല, അത് വിഭവങ്ങളാലും ശേഖരങ്ങളാലും സ്ഥിരതയാലും നിർണയിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള സത്യമെന്താണ് എന്നതുപോലെ തന്നെ അമേരിക്കൻ ശക്തിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും ലോകം ഉറ്റുനോക്കുകയാണ്.